പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് തിങ്കളാഴ്ച കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, അതിൻ്റെ പേരിൽ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടവരെ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുപിഴിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവ് ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സംരംഭങ്ങളെ, സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോട് സംസാരിക്കുന്നു? കർത്താവ് എതിരെ വരുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് എതിരെ ഉന്നയിക്കുന്ന
നമ്മുടെ ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, നീ ഒരു ഒരു ന്യായാധിപ സംഘത്തിൽ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന കർത്താവേ, കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശുദ്ധീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായി അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവരും ജീവിത മാർഗത്തിന് വേണ്ടി അലയുന്നവരുടെ മേലാണ് അധ്വാനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്, പ്രതീക്ഷയുടെ പ്രതീക്ഷകൾക്ക് മേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കുടുംബങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചുറ്റവട്ടങ്ങൾ നടക്കുന്നവരെയും അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായ കോലാഹലം ഉണ്ടാകുമെന്ന് ആദ്യ കൊള്ളുന്നവരെ അവിടെ കോലാഹലം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നയിക്കുവാമേ. നമ്മളിന്ന് കാണുന്നത് ഉടമ്പടിക്ക് ആവശ്യമായ ഒരു നിലപാടാണ് കവനൻ്റൽ വിജിലൻസ്, ഉടമ്പടി ജാഗ്രത. കവനൻ്റൽ വിജിലൻസിൽ 2 ജാഗ്രത വേണം. ഒന്ന്, നമ്മളെക്കുറിച്ചൊരു ജാഗ്രത വേണം. എന്താ? ആർ വി ആക്ച്വലി ഇൻ കവനന്റ്? നമ്മൾ യഥാർത്ഥത്തിൽ കവനന്റിലാണോ, കവനന്റൽ ലൈഫാണോ, ഉടമ്പടി ജീവിതമാണോ നയിക്കേണ്ടത് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത്. രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ്. ഉടമ്പടിക്ക് വില്ലൻസ് ഉണ്ടാകുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പം മോസസിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി വില്ലൻസ് ആരാണ്? മോസസിൻ്റെ ജീവിതത്തിൽ അഹ്റോനുണ്ട്, പിന്നെ എന്താണ്? മോസസിന് ഭയങ്കര വില്ലന്മാരായിരുന്നു ജനങ്ങളാണ്. ജനങ്ങളുടെ മെറിബായിലില്ലേ, മാസായി ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരെ വില്ലത്തരം കാണിച്ചവര് അവരവിടെ മർദ്ദലിച്ചു. സങ്കീർത്തനം 106:32. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. മോശയ്ക്കും ദോഷം. ഇതായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മോശയുടെ ഇവിടുത്തെ ഉടമ്പടിയിൽ ലാഗിങ് വരാൻ കാര്യം ജനങ്ങളെ, ആ ഉടമ്പടി പാലിക്കേണ്ട ആൾക്കാർ ദൈവത്തോട് മറുതലിച്ച് ഹൃദയം കഠിനമാക്കുകയൊക്കെ ചെയ്ത് വില്ലത്തരം കാണിച്ച് നടത്താം. അപ്പം അത് മോശയ്ക്ക് ദോഷമുണ്ടായി. എപ്പോഴും നമുക്ക് വിജിലൻസ് വേണം, കവനൻ്റൽ വിജിലൻസ് വേണം. എന്തിനെക്കുറിച്ച് വിജിലൻസ് ഉണ്ടാകേണ്ടത്? ഒന്ന്, നമ്മൾ ഉടമ്പടി ജീവിതത്തിലാണോ, സെൽഫ് വിജിലൻസ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഈ വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ്, ഉടമ്പടിയിലെ വില്ലന്മാരെ കുറിച്ച്. അതായത് നമ്മൾ ജനങ്ങളോട് ആ വചനത്തോട് മറുതലിപ്പ് കാണിക്കുന്നുണ്ടോ? മറുതലിപ്പ് മാറ്റിവെക്കുക, ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ചിലരൊക്കെ വരുമ്പോൾ എന്നോട് കഴിഞ്ഞാൽ നിങ്ങൾ ആരാ പ്രേക്ഷിത വേല ചെയ്തത്? അത് അമ്മയാണ് എന്ന് പറയും. അപ്പം ഇവരെ മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ നിനക്ക് എന്തായിരുന്നു പരിപാടി? എനിക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പം പിന്നെ പറഞ്ഞു നിനക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ല. അപ്പം മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അമ്മയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങളവർക്ക് അത് എൻ്റെ അമ്മ തന്നെ ഇരുന്നൊരു കാര്യമില്ല. ദൈവത്തിരുസ്ഥന് അങ്ങനെയില്ല. നിനക്കാണ് വ്യക്തിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് വ്യക്തി ഏൽപ്പിച്ച ഉടമ്പടി ആ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത്. മറുതലിക്കരുത്. മറുതലിച്ചത് ലാഗാവും. ഇന്നത് മറുതലിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും വെക്കേണ്ടത്, ഇത് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ദൈവസ്നേഹത്തോടെ ചെയ്യണം. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും.
വചനം വായിക്കുന്നവർക്ക് ചിലർക്ക് ഈ പനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പല്ലേ, നീ എന്ത് ഒരു ഉരുളച്ചോറും വെച്ചുകൊണ്ടിരിക്കാന്നുകൊണ്ട് കുറേ നേരം ആയല്ലടാ, എനിക്ക് മടുപ്പാണെന്നൊക്കെ പറയുന്നത്. അതാണ് സംഭവം. അപ്പോൾ വചനം വായിക്കാൻ പറ്റണില്ല. അതിൻ്റെ അർത്ഥം വചനത്തേക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് നീ വേറെ സംഭവത്തിനും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം കൊണ്ടാണ് ഇതുപോലെ ലാഗിങ് വരണത്. അപ്പം ഉടമ്പടി വില്ലന്മാരുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ ഉടമ്പടിയിലാണോ എന്ന് നോക്കണം. രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമ്പടിയെ ഇങ്ങനെ സാവധാനത്തിലാക്കി കളയുന്നത് മറുതിരിപ്പ് മൂലമാണ്. അതായത് നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടുള്ള മറുതിരിപ്പ്. അപ്പം ഇത് ഒന്ന് ഉണ്ടാകുന്നത് നോക്കണം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി. മനസ്സാപ്പറഞ്ഞ് ചൊല്ലി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടുപ്പ് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടുന്ന് അലക്കി തേച്ച് വന്ന പോലെ നിങ്ങൾ റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരണമെന്നല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ പനിയുടെ ഉപവാസം എന്താണ്? എന്നാൽ ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ആജ്ഞാപിക്കുന്നു. അപ്പോൾ എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത് ആദ്യം കിട്ടിയ വചനം ഇതാണ്. എന്താണ്? എനിക്ക് പാപത്തെ ലിസ്റ്റ് വിജയകുമാറിനെ, എനിക്ക് അനുഗ്രഹത്തെ ലിസ്റ്റ് വിജയകുമാറിന് പാപത്തെ ലിസ്റ്റും. ഞാനത് കൂട്ടിവെച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ് എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് 2017 ഇത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത്. നാളെ എന്ന് പറഞ്ഞ പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ ഇന്നാണെന്ന്. കാര്യം പശ്ചാത്താപത്തിന് സമയബന്ധിതമായിട്ട് ചുരുക്കം ഉണ്ടാകുമെന്ന് സക്കേവൂസിന്റെ കർത്താവ് പറഞ്ഞത് ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കണം. അപ്പോൾ ഒരു നിമിഷം നേരത്തെ നീ കർത്താവിൽ വിശുദ്ധീകരിച്ചാൽ ഉടമ്പടി അത്രയും പെട്ടെന്ന്. അതുകൊണ്ട് ആദ്യകാലം തന്നെ കൃപാസനത്തിൻ്റെ പത്രത്തിൻ്റെ മുഖപേജിൽ ഉടനടി പരിഹാരം എന്നാണ് കണ്ടത്. ഉടനടി പരിഹാരം. ഇപ്പോഴത് മാറ്റിയിട്ടൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഫ്രണ്ട് പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഉടനടി ഉണ്ടായ പരിഹാരങ്ങൾ തന്നെ എഴുതിയിരിക്കണം അവിടെ. ഉടമ്പടി എടുത്തപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് അത് മാറ്റമില്ല. അതിനെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അനുതാപവും അനുഗ്രഹവും തമ്മിൽ ഭയങ്കരമായി ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ജെയ്സനെ സംബന്ധിച്ചിടത്തോളം അനുതാപവും കിട്ടിയപ്പോൾ എന്നെ പറ്റി 12 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. 2012 ഗ്രീസിൽ റെസ്റ്റോറൻറ്റിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 2012 വരെ ആരും കോൾ ഫോർ ചെയ്തില്ല. ജെയ്സൺ പറഞ്ഞ ഷങ്കൻ വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ അപേക്ഷിച്ചത്. അതിൽ ഡോക്യുമെൻ്റ് മുഴുവനും തെറ്റായിരുന്നു. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഷങ്കൻ വിസയ്ക്ക്. പക്ഷേ ഞാനെങ്ങനെ പ്രാർത്ഥിക്കും? അത് കാരണം എനിക്ക് അനുതാപം ഉണ്ടായി. കർത്താവേ, ഞാൻ വിസ ചെയ്തിരിക്കുന്നത് തെറ്റായിരുന്നല്ലോ. എനിക്ക് അനുതാപം ഉണ്ടായി. അനുതാപം ഉണ്ടായപ്പോൾ 12 പോയിട്ട് 24 ആയപ്പോൾ ജെയ്സൺ അനുദപിച്ചപ്പോൾ എന്ത് ചെയ്ത് അവർ ആ 12 കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ആ വിസ കോൾ ഫോർ ചെയ്യുകയാണ്. എന്താ? അതായത് അനുതാപം അനുഗ്രഹം സ്പീഡാകും. നമ്മൾ എന്തുകൊണ്ടാണ് താമസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അനുതാപം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അനുഗ്രഹം താമസിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അനുതാപം തന്നെയാണ്. നിലപാട്, സംസാരം, ചെയ്തികൾ, ശീലങ്ങൾ, അതുപോലെ എല്ലാം നിലപാടുകളെല്ലാം. പിന്നെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് വാട്ട് ഡിസ്പോസിഷൻ. നിങ്ങൾ എന്ത് മനോഭാവത്തില്ലേ. അതുകൊണ്ടാണ് ആ വിധവയുടെ ചിലിക്കാശെടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 21:2 ദരിദ്രയായ ഒരു വിധവ, ദരിദ്രയായ വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തെ വിശ്വസിക്കുന്നതല്ല വിഷയം, ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നതിലാണ് വിഷയം. അതാ റിസ്ക്. ഇപ്പം മറ്റെല്ലാവരെയും കളന്ന് പറഞ്ഞില്ലേ, ചാക്ക് കണക്കിന് ചിലിക്കാശ് പണ്ടടുത്ത് തള്ളിയ ആൾക്കാരുണ്ട്. അവരെ ദൈവം വിശ്വസിക്കണില്ല. അതാ ഒരു ഉപജീവനത്തിലുള്ള വക മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഇട്ടിരിക്കുന്നത്. അതിലാണ് ദൈവം വിശ്വസിക്കണത്. വാട്ട് ഡിസ്പോസിഷൻ, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് കാല് പഴുത്തിരിക്കുകയാണ്. കാല് പഴുത്തിട്ട് ആ പഴുത്ത കാലും വെച്ചുകൊണ്ട് തൊത്തിയും മുടന്തിയും പോയി പത്രം കൊടുത്തുകൊണ്ടിരിക്കണേ. അത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഈച്ച വാർത്ത് കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്. അവിടെ സാക്ഷ്യം കേൾക്കണം. എൻ്റെ ദൈവപൈതലേ, കർത്താവ് നിൻ്റെ ഡിസ്പോസിഷൻ കറക്റ്റാണെങ്കിലേ,
നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പക്കത്ത് ഉടമ്പടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ സത്യസന്ധയാണ്, ദൈവത്തെ മനസ്സിലാകും. ഉടമ്പടി വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയുടെ പദ്ധതിയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. കവനൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന കാലാവസ്ഥകളുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉറങ്ങിയപ്പോൾ അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം രാത്രിയാണത്. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയി. വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത മുറിയിലാണ് താമസിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ്, ഹാപ്പി മെരിമസ് എന്നൊക്കെ പറഞ്ഞ് സാറിന് വിഷ് ചെയ്തേച്ചും ഞാൻ സാറിന് പറഞ്ഞു, സാർ ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ അമ്മ പറഞ്ഞു കവനൻറ്റിന് ഡിസ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഡിസ്പോസിഷൻ എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ സാറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഡിസ്പോസിഷൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മലയാളത്തിൽ എന്നാ പറയണത് ഡിസ്പോസിഷന്? അനുകൂലമായ ഒരു സ്ഥിതി, ഒരു നിലപാട്. അത് ഡിസ്പോസിഷൻ പല അർത്ഥമുണ്ട്. സ്പിരിച്വൽ ഡിസ്പോസിഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസ്പോസിഷൻ. ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അപ്പോൾ സാറിനും അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ശരിക്കും. ഞാൻ പിന്നെ അത് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അമ്മ എന്താ ഈ നിങ്ങൾ മാതാവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത്. മാതാവിൻ്റെ ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു, ഉടനെ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ എന്താ, അവർക്ക് നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ലല്ലോ. അവർക്ക് പ്രത്യേക കുഞ്ഞിനെക്കുറിച്ചാണ് പിന്നെ ശ്രദ്ധയുള്ളത്. കുഞ്ഞിനൊന്നും കേട് വരരുത് എന്ന രീതിയിൽ അവർ ഇരിപ്പ് നോക്കും, അവർ കിടക്കുമ്പോൾ നോക്കും, ചരിയണം നോക്കും, എല്ലാം നോക്കും. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടി സ്വസ്ഥമായി അത് വളരുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അമ്മയ്ക്കുള്ളത്. അതൊരു ഡിസ്പോസിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങൾ പെട്ടെന്ന്? അതാണ് എൻ്റെ കാര്യം. അത് അനുകൂലമായ നമ്മുടെ മാനസികമായ ഒരു സഹകരണം, അനുകൂലമായ സഹകരണം. അതിനാണ് അച്ഛൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്, കവനൻ്റെ ക്ലൈമറ്റ്. ഈ കവനൻ്റെ ക്ലൈമറ്റ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പരിശോധിക്കുകയായിരുന്നു. എവിടെയാണ് അമ്മ സെപ്റ്റംബർ 7 പറഞ്ഞ ക്ലൈമറ്റ് ഡിസ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ നോക്കിയത്. അപ്പോൾ അതിലെനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ കിട്ടി. ക്ലൈമറ്റ് ഡിസ്പോസിഷനുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടി. അതിലൊരു സാക്ഷ്യം ജിൻസി അലക്സ് കൊല്ലങ്കോട്. അവിടെ സാക്ഷ്യം, അവിടെ ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണ്. അപ്പോൾ ഉടനെ അവരെ ഈ ഭർത്താവിനെ ഡയാലിസിസിന് കയറ്റുമ്പോൾ ഇവർക്കാണെങ്കിൽ കാര്യം അവർ ചെറുപ്പമാണ്. അപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു കിഡ്നിക്ക് അസുഖം വന്നപ്പോൾ നമ്മൾ പറയില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്നിടം മറന്നു പോകണമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ആണ് അവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇവൾ ഈ ഉടമ്പടി എടുത്തിരിക്കും. കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു ഡിസ്പോസിഷൻ രൂപപ്പെട്ട് വരും. ചിലർക്കുണ്ടാകത്തില്ല. ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് യാന്ത്രികമായിട്ട് എടുത്തുകൊണ്ട് പോണ കാരണം അവർക്കുണ്ടാകത്തില്ല. ചിലർ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കുക. കാര്യം ഞാൻ ഉടമ്പടി ആകുമ്പോൾ അമ്മയുമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയുള്ള കാലമെല്ലാം എൻ്റെ കാര്യം അമ്മ നോക്കിക്കൊള്ളും. അതാണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. കാലാവസ്ഥയെന്ന് ഞാൻ പറഞ്ഞ കാര്യം മാനസിക കാലാവസ്ഥയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കാലാവസ്ഥയെക്കാളും വ്യത്യസ്തമായ കാലാവസ്ഥയാണിത്. ഇവൾ വളരെ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി റിലേഷൻസ് വരികയല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്, ദൈവത്തിനും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളെ സംരക്ഷിക്കുക, വളർത്തുക, നിലനിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ പരുവപ്പെടുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ ഗ്രിൻസി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവൾ സീരിയസ് ആയിട്ടാണ് പ്രാർത്ഥിച്ചാണ് വന്നത് ഉടമ്പടി എടുക്കുന്നത്. പ്രാർത്ഥിച്ച് വന്നെടുത്തിട്ട് ഈ ഉടമ്പടിയോട് കൂടി ഞാനും ദൈവവും തമ്മിൽ
വളരെ ഉത്തരവാദിത്വമുള്ള ഉടമസ്ഥ ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ സാധാരണ കേവല മനുഷ്യനും ഉടമ്പടി മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഉടമ്പടിയിലെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു ഉടമസ്ഥ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെതാണെന്ന് നമ്മളെല്ലാവരും പറയും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മളെല്ലാവരും പറയും. അങ്ങനെ ആർക്കും പറയാം, അതിനൊരു കുഴപ്പമില്ല. ദൈവം അല്ലെന്ന് പറയുന്നിടത്തോളം കാലം നമുക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ പുസ്തകത്തിലെ പശു ചില സമയത്ത് പുല്ല് തിന്നത്തില്ല. എന്താ കാര്യം? ഈ എല്ലാ കാര്യങ്ങളും സാധൂകരിക്കണം, ജസ്റ്റിഫൈ ചെയ്യണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിശ്വാസം ജസ്റ്റിഫൈഡ് ആകുന്നത് പ്രവർത്തികളിലൂടെയാണ്. അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കും പറയാം. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം വിശ്വാസം കൊണ്ട്, അതിനെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതാണ് എന്ത്? നമ്മുടെ വിശ്വാസം ആത്മാർത്ഥമാണ്. നമ്മുടെ വിശ്വാസത്തെ അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് തെളിയിക്കാൻ ആർക്കാണ് ബാധ്യത? നമുക്ക് ബാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. അല്ല, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, ഇപ്പോഴും ഞാൻ ഈശോയിൽ വിശ്വസിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ആത്മാർത്ഥത നമുക്കുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഈ ആത്മാർത്ഥതയാണ്, അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയാണ് അതിനെ സാധൂകരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാൽ സാധൂകരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പം എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനയാണെങ്കിലും, ഇപ്പം നീ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചോ, പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ എന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇരുന്നാൽ മതിയല്ല, നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ഡിസ്പോസിഷനുണ്ട്. ഓരോ കാര്യത്തിന്, എല്ലാ കാര്യത്തിനും കൂടി ഒരു രീതി അല്ലല്ലോ. ഇപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ കസേര ഇരുന്ന് ഊണ് കഴിക്കും. കസേര ഇരുന്നും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ദൈവം കേൾക്കും. കാര്യം പ്രാർത്ഥിക്കുന്നത് നമ്മളല്ലേ, മനസ്സിലല്ലേ പ്രധാനം. പക്ഷേ ഒരു ഫിസിക്കൽ ഡിസ്പോസിഷൻ അവിടെ വരും. എന്താ കാര്യം? ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ, അതുകൊണ്ട് ഞാൻ മുട്ടയിൽ നിൽക്കുന്നത്. കാര്യം ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷനാണ്. അതാ വിഷയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷൻ. നമുക്ക് നടന്നൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ രാവിലെയൊക്കെ നടന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ എന്താണ്? മുട്ടയിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു രീതി. അതേസമയം ഇന്ത്യൻ രീതി അനുസരിച്ച് സർവ്വസാഷ്ടാംഗമായിട്ട് വീണ് കിടക്കും. അതും ശരിയാണ്. കാര്യം എന്താണ്? അത് നമ്മൾ എല്ലാ വിഷയത്തെക്കാളും ദൈവത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. സർവാംഗം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കും. ഞങ്ങളൊക്കെ കിടക്കും അതുപോലെ. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഡിപ്പോസിഷനാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോണവരും ഉണ്ടാകും. അപ്പോൾ ഉറക്കത്തിന് നമ്മൾ കിടക്കുകയാണ് ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കമന്നാണ് കിടക്കണത്. കേട്ടാ, ഉറക്കം നമുക്കത് ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ കിടക്കാം അല്ലേ. പക്ഷേ സർവ്വസാഷ്ടാംഗം വേണം കിടക്കണം. എങ്ങനെയാണ്? കമന്നാണ് കിടക്കുന്നത്. കൈ സ്വസ്തിക എഴുതി ശിരസിൻ്റെ മുന്നിൽ വെച്ച് കമന്ന് കിടക്കൂടാ. അപ്പോൾ വെച്ചാൽ സർവാംഗം നമ്മൾ സമർപ്പിക്കണം എന്നാണ് അവർ. അപ്പോൾ ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്, പ്രോപ്പർ പൊസിഷൻ. ഇതുപോലെ ഉടമ്പടിക്കും ഒരു പ്രോപ്പർ പൊസിഷനുണ്ട്. ഒന്നല്ല, ഒത്തിരി പ്രോപ്പർ പൊസിഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിലപാടുകളും വരും. ഓരോ വിഷയത്ത് അതിൽ സമീപനങ്ങൾ വരും. നമ്മുടെ ഒരു സമീപനം. ഇപ്പോൾ എന്ത് ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ ജിൻസിയുടെ വിഷയം എന്താണ്? ജിൻസിയുടെ ഭർത്താവിന് അലക്സിനാണ് കിഡ്നി അസുഖം. ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അതായത് രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചതാണ്, ചെറുപ്പക്കാരാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കാലാവസ്ഥ മാറി വേറൊരു ലെവലിലായി. ഡയാലിസിസ് കഴിഞ്ഞോടുകൂടി ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇയാൾക്കൊരു ഐഡിയ ഇല്ല. ഇയാൾ തളർന്ന രീതിയിൽ ഇവളെ ഇങ്ങനെ നോക്കും. എന്താണ്, നമ്മൾ പിരികയാണല്ല എന്നുള്ള അതാണ് അവസ്ഥ. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വന്ന് ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുക്കും, അവസാനത്തെ കുദാശ കൊടുക്കും. അപ്പോൾ അച്ഛൻ പോയി കഴിയുമ്പോൾ ആശുപത്രിയിൽ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയും. ആ ഓരോ സിറ്റുവേഷൻസ് നോക്കി, ഈവൻസ് കണ്ടില്ലേ? അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരെല്ലാം ഈ ജിൻസിയെ കെട്ടിപ്പിടിച്ച് കരയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് തീർന്ന് പോയി, ഈ ലോകത്തുനിന്ന് വിടപിരിഞ്ഞെന്ന രീതിയിലേക്ക് കഴിയും. പക്ഷേ ഇവൾ പറയണത് ഞാൻ കരഞ്ഞില്ലെന്ന് പറയണം. അതാണ് പ്രധാന ഡിസ്പോസിഷൻ.
അതാണ് ഉടമ്പടി ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം നോക്കണം. ഈ വിഷയങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മാത്രം കരഞ്ഞില്ല. എന്താ കാര്യം? എനിക്കറിയാം അമ്മ ഏതെങ്കിലും നിമിഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അമ്മ ഈ വിഷയം അറിയും. അച്ഛൻ വന്നതും അച്ഛൻ പോയതൊക്കെ ആദ്യം അറിഞ്ഞത് ആരാ? അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഇത് ഇതാണ് ഡിസ്പോസിഷൻ. ഇപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊക്കെ അതായത് ഇത്രയും നമ്മുടെ ചുറ്റും ലോകം മുഴുവനും കലങ്ങി മറിയുമ്പോഴും ഉടമ്പടി എടുത്ത ആ ദൈവ പൈതൽ ഒരു ഉടമ്പടി നിലപാടുണ്ട്. ഉടമ്പടി സമീപനത്തിലൂടെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് തൻ്റെ ഈ സംഘർഷങ്ങളിടയിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറച്ചിൽ അങ്ങ് അറ്റ കൈയായിട്ട് നിൽക്കുകയാണ്. കരയാതെ അങ്ങ് ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറുന്നത്. പടപടാ ഇവരുടെ ഇതെല്ലാം ദൈവത്തിൽ നമ്മളുടെ ഒരു നിലപാട് സമീപനമൊക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചുണ്ടുകൊണ്ട് മാത്രമുള്ളതല്ല. അതായത് ഈ ഇങ്ങനെയുള്ള സംഘർഷ സമയത്തുള്ള നമ്മുടെ ഇതൊക്കെ ഒരു ഉടമ്പടി നിലപാടാണ്. എന്താ? നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുകയല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവവും നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഈ ഒരു വ്യവഹാരത്തിൽ ബന്ധത്തിൽ 50-50 പാർട്ട്ണറാണ് നമ്മൾ. പകുതി നമ്മളും പകുതി ദൈവവുമാണ്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള പദ്ധതിയാണ് ഉടമ്പടി. ദൈവവും നമ്മളുള്ള അതിലൊരു വിഷയമാണ് ഭർത്താവിൻ്റെ ഈ കിഡ്നിയുടെ അസുഖം ഭേദമാകുന്നത്. എന്നിട്ട് പെട്ടെന്ന് പതുക്കെ അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പേയ്മെൻറ്റ്, ഇതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്താൽ മാത്രം പോലെ ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞൊരു അഡ്വാൻസ്. പക്ഷേ ദൈവം എന്നാ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. പക്ഷേ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല. ചിലർ പറയും സാധനം കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. എങ്ങനെ? എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ, ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ വിസ കിട്ടട്ടെ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറട്ടെ, എന്നിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതൊരു ബാർഗെയിനിങ്ങിലേക്ക് മാറും. ചില ആൾക്കാർക്ക് മണ്ടത്തരം പറഞ്ഞാൽ അങ്ങനെയാണ് ഉടമ്പടിയിൽ. എന്നിട്ട് അവർ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ച് ദൈവം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പത്രം കൊടുക്കുകയോ രോഗികളെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. പക്ഷെ നടക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ദൈവത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതിന് ശേഷം ദൈവത്തിന് വിശ്വാസത്തിൽ എടുക്കണില്ലല്ലോ. അതാണ് പ്രശ്നം. ചില ആൾക്കാർ ഒന്നും കിട്ടിയില്ലെങ്കിലും ശരി തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു മാറ്റും, ഫുൾ എമൗണ്ട് പേ ചെയ്ത് കളയും. എന്താ കാര്യം? അവർ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. ദൈവം എപ്പോഴായാലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അവർക്ക് ആത്മാവിൽ. ഇതിനാണ് നിങ്ങളുടെ ഈ നമുക്കറിയാൻ പറ്റും ആത്മാവിലെ. അതായത് നിങ്ങൾ കുറച്ച് ക്ലിയർ ആണെങ്കിൽ ഈ സംശയത്തിൻ്റെ കാർമേഘമൊന്നും ഇല്ലെങ്കിൽ സംശയത്തെ കാർമേഘമെന്നാണ് വിളിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബ് 1:6 സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യമാണ്. അപ്പം സംശയിക്കാതെ വേണം ഇത് വിഷയം ചെയ്യാൻ. അതായത് നിങ്ങൾ ഈ കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്യണം ഉടമ്പടിയിൽ. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നു, അതാണ് വിഷയം. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വരട്ടെ, ഈ കമ്പനി ശരിയാണെന്ന് നോക്കട്ടെ, ഈ ഏജൻറ്റ് നമ്മളെ പറ്റിക്കോ. നമ്മൾ വിസ ഏജൻറ്റുമാരോ എപ്പോഴും സംശയത്തോടെയല്ലേ നോക്കണം, ഈ കാശ് പോകുക എന്ന് ഓർത്തിട്ട്. അതുപോലെ വിസ ഏജൻറ്റുമാരെ നിങ്ങൾ നോക്കണ പോലെ ദൈവത്തെ നോക്കുന്നുണ്ട് ചില ആൾക്കാർ. അതാണ് നിങ്ങൾക്ക് കളിപ്പ് വരുന്നത്. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ ഇത് സംശയമാണെന്ന്. സംശയത്തിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് സംശയം ഒരു നെഗറ്റീവ് ഡിസ്പോസിഷനാണ്. അത് പറഞ്ഞില്ലേ, കടൽ തിര പോലെയാണ്, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ട് അലസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കട്ടൻ്റെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളെ നിർബാധം നിറവേറ്റാൻ എനിക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ജ്ഞാനത്തിലൂടെ ഞങ്ങൾ